വയനാട് പ്രകൃതി ദുരന്തത്തിനിരയായിട്ടുള്ളവർക്ക് കേന്ദ്രത്തിൻ്റെ സഹായത്തെ സംബന്ധിച്ച് ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി അയച്ചിട്ടുള്ള കത്തിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം, ആ പ്രചരണത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. CPM ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർ വസ്തുതകൾ മനസ്സിലാക്കാതെ CPMൻ്റെ പ്രചരണം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന സമീപനം സ്വീകരിക്കരുത്. വസ്തുതകൾ മനസ്സിലാക്കണം. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാനുള്ള വഴിയില്ല, പ്രൊവിഷനില്ല എന്ന് കേന്ദ്രം പറഞ്ഞു എന്നാണ് ശ്രീ നിത്യാനന്ദ റായിയുടെ കത്തിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ദേശീയ ദുരന്തം? ഇതിനു മുൻപ് ദേശീയ ദുരന്തമായിട്ട് ഏതെങ്കിലും ദുരന്തത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? UPA സർക്കാരാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം കൊണ്ടുവന്നത്. ആ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ എവിടെയാണ് ദേശീയ ദുരന്തമായിട്ട് ഏതെങ്കിലും ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ഉള്ള വിശദീകരണം നൽകിയിട്ടുള്ളത്? ഏത് ദേശീയ ദുരന്തത്തെയാണ് അല്ലെങ്കിൽ ഏത് പ്രകൃതിക്ഷോഭത്തെയാണ് UPA സർക്കാരിൻ്റെ 10 വർഷക്കാലത്തിനിടയിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത്? 2013 ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 6/8/2013 ഓഗസ്റ്റ് 6-ാം തീയതി പാർലമെൻറ്റിൽ ശ്രീ PC മോഹൻ്റെ ചോദ്യത്തിന് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യന് ഉത്തരമായിട്ട് നൽകിയിട്ടുള്ള മറുപടി, ആ മറുപടിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊടുത്തിരിക്കുന്ന ഉത്തരം, ആ ഉത്തരത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ശ്രീ നിത്യാനന്ദ റായി അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വാചകമാണ്. It is informed that there is no provision to declare a natural disaster as a national disaster in the guidelines. എന്ന് പറഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ അതേ ഉത്തരം നിത്യാനന്ദ റായി 10 വർഷം കഴിഞ്ഞതിന് ശേഷം പറയുമ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ ദുരന്തമായിട്ട് കേന്ദ്രം പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് എന്തോ തെറ്റ് സംഭവിച്ചു. ഇപ്പോൾ KC വേണുഗോപാൽ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ്. KV തോമസ് ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ്. അപ്പോൾ ആ മന്ത്രിസഭയിൽ നിങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അന്നത്തെ ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി, ഇതേ കാര്യം പറഞ്ഞപ്പോൾ ആ കാര്യം അന്ന് നിങ്ങൾ എന്താ എതിർക്കാതിരുന്നത്? അന്ന് നിങ്ങൾ ഈ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. അത് നിങ്ങൾക്കിപ്പോൾ ഓർമ്മയില്ലാത്തതാണോ, അതോ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണോ? KV തോമസ് പാർട്ടി മാറിയിട്ടുണ്ടാവും, പക്ഷേ തലച്ചോറ് മാറിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി 2013 അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവായിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം അന്ന് പറഞ്ഞ മറുപടി, അതിൽ കേന്ദ്ര സർക്കാർ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ അതിനുതകുന്ന തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ നിയമത്തിൻ്റെ കാര്യത്തിൽ വരുത്തിയിട്ടില്ല. അപ്പോൾ ഈ സാധാരണ പറയാറുണ്ട്, ഞങ്ങളിട്ടാൽ ബർമ്യൂഡ, നിങ്ങളിട്ടാൽ വള്ളിക്കളസം. ഇതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് നിയമത്തിനനുസരിച്ച്, നിങ്ങൾ പറയുമ്പോൾ ആ പറയുന്നത് കേരളത്തിനെതിരെ. പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ എല്ലാ ദിവസവും ഇങ്ങനെ പച്ചക്കള്ളം. MP രാജേഷ് പറയുന്നത് 675 കോടി രൂപ ഗുജറാത്തിനും പിന്നെ ആർക്കൊക്കെയാ ഗുജറാത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഗുജറാത്തിനും മണിപ്പൂരിനും ത്രിപുരയ്ക്കും 2 ആഴ്ച മുൻപ് കേരളത്തിന് 300 കോടി രൂപ തന്നു എന്ന് കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. ഗുജറാത്തിനും കേരളത്തിനും ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്നുള്ള നിലയിൽ
സംസ്ഥാനത്തിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ സഹായം നൽകുന്നത്. കേരളത്തിന് 290 കോടി രൂപ കിട്ടിയ കാര്യം കേന്ദ്ര സർക്കാർ തന്നെ സംസ്ഥാന ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അത് ഗുജറാത്തിന് ഈ 3 സംസ്ഥാനങ്ങൾക്കായിട്ട് 625 കോടി കൊടുക്കുമ്പോൾ അതിന് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട എന്താവശ്യമുള്ളത്? അതുകൊണ്ട് ഈ തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കള്ളത്തിൻ്റെ ആയുസ് അധിക ദിവസം നിൽക്കില്ല. സത്യം എന്നായാലും പുറത്തു വരും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഉത്തരത്തിന് സംസ്ഥാന സർക്കാർ ഇതുവരെ മറുപടി പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. മറുപടി ഉണ്ടെങ്കിൽ അത് പറയട്ടെ. കാരണം ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ 290 കോടി രൂപ സംസ്ഥാന ദുരിത നിവാരണ ഫണ്ടിലേക്കുള്ള കേന്ദ്രത്തിൻ്റെ വിഹിതമായിട്ടുള്ള തുക നൽകിയിട്ടുണ്ട്. അതിനു പുറമെ 390 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ കൈവശമുണ്ട് എന്നുള്ളത് AG അറിയിച്ചിട്ടുണ്ട്. അതുൾപ്പെടെ 784 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ കൈവശമുണ്ട്. അത് ഇതുവരെ ചെലവാക്കിയതായിട്ട് ഒരു കണക്കും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയിട്ടില്ല. അതിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്, ആ അസസ്മെൻറ്റ് നടത്തി കണക്ക് സമർപ്പിക്കാം എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ പാലിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം, സംസ്ഥാന സർക്കാരിൻ്റെ കഴിവില്ലായ്മ, സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് കൊടുക്കാനുള്ള ശേഷിയില്ലായ്മ, അതിന് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരാണ് വയനാടിന് സഹായം കിട്ടാത്തതിലെ കാരണക്കാർ എന്നുള്ള ധാരണയുണ്ടാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ആടിനെ പട്ടിയാക്കുന്ന ആളുകളാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ കാള പെറ്റു എന്ന് കേട്ട് കയറെടുത്തോടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.